ആവശ്യം ഇവിടെ വരുന്നില്ല. വെരി ഗുഡ് ബേസിൽ, വെരി ഗുഡ്. കയ്യടി ഇതൊക്കെ ഞാൻ പുറത്തു നോക്കിയപ്പം മഴ ഷൂട്ട് നടക്കാൻ ഒരു പറയിപ്പിച്ചതാണ്, വെറുതെ എന്നെ കേൾപ്പിക്കാൻ വേണ്ടി മാത്രം. ഹലോ ഗൈസ്, ഇറ്റ്സ് മീ ഡാനി. നമ്മുടെ നസ്രിയ ഫഹദ് ബേസിൽ ജോസഫ് ഇൻ്റർവ്യൂ ആണ് ഇപ്പം ഇങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുന്നത്, ട്രെൻഡിങ് ഒക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനകത്ത് കുറച്ച് കമൻസ് കാണാനിടയായിട്ടുണ്ട്. കുറേ നെഗറ്റീവ് കമൻസും കാര്യങ്ങളൊക്കെ ഓരോരുത്തർ എന്താണെന്നറിയത്തില്ല. ഇപ്പോൾ എന്തിനേയും വയസ്സാം കാലത്ത് വന്നിട്ട് ക്യൂട്ട്നെസ് വാരി വതറിനെ അങ്ങനെയൊക്കെ കുറേ കമൻസ്. പിന്നെ നസ്രിയ കുറച്ച് ഓവറാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ ഈ അടുത്ത സമയത്ത് നസ്രിയ ഇത്ര ഓപ്പണായിട്ട് ഞാൻ കണ്ടിട്ടില്ല. എനിക്കിത് കണ്ടിട്ട് വലിയ നെഗറ്റീവും കാര്യങ്ങളായിട്ടൊന്നും ഈ ഇൻ്റർവ്യൂ തോന്നിയിട്ടില്ല. പക്ഷെ ഒരുപാട് നെഗറ്റീവ് പോസ്റ്റർ കാര്യങ്ങളൊക്കെ അടിച്ച് വിട്ടിട്ടുണ്ട് ഓരോ മഹത്തായ വ്യക്തികൾ. പിന്നെ അതുപോലെ തന്നെ അവരുടെ കുറച്ച് കമൻസും കാര്യങ്ങളൊക്കെ. എന്നാലും നമുക്ക് ആ ഇൻ്റർവ്യൂവിലോട്ടൊന്ന് ജസ്റ്റ് ഒരു പോസ്റ്ററുണ്ട്, അത് ഞാൻ കാണാനിടയായിരുന്നു. അതൊന്ന് വായിച്ചേ. റമദാൻ മാസത്തിൽ ടി വിയിലൂടെ വന്നു ദീൻ പഠിപ്പിച്ചു കൊടുത്ത പെണ്ണിൻ്റെ ഇന്നത്തെ അവസ്ഥ എത്ര പരിതാപകരം. ഷോ, ബാക്കിയും കൂടെ വായിക്കാം. അള്ളാഹുവിൻ്റെ ദുനിയാവിൽ അല്പം നക്കാപ്പിച്ചയുടെ സുഖങ്ങൾ കണ്ടപ്പോൾ കണ്ണും മഞ്ഞിച്ചു കിളിപ്പോയ പെണ്ണു. ഓ, മുസ്ലിമായി ജനിക്കുക എന്നതിനേക്കാൾ വലിയ ഭാഗ്യം മുസ്ലിമായി ജീവിച്ച് മരിക്കാൻ കഴിയുക എന്നത് തന്നെയാണ് എന്ന് ഏതോ ഒരുത്തൻ പടച്ച് പോസ്റ്റർ അടിച്ച് വിട്ടിട്ടുണ്ട്. എന്തിനാണ് ഇതിൻ്റെ ഇടയിലൊക്കെ മതം ഗീതമൊക്കെ കൊണ്ടുവരുന്നതെന്ന് ഞാൻ ആലോചിക്കുന്നത്. അതിൻ്റെ ഇടയിൽ കുറേ എണ്ണം എല്ലിൻ്റെ ഇടയിൽ കുത്തിയിട്ട് മണപ്പിക്കുക എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെ എണ്ണം പടച്ച് ഇറങ്ങിയിട്ടുണ്ട്. അതൊക്കെ കൂടുതൽ ഈ ഫേസ്ബുക്ക് അമ്മമാരാന്ന് തോന്നി പോസ്റ്റർ എല്ലായിടത്തും ഈ പോസ്റ്റർ ഇങ്ങനെ പൊക്കോണ്ടിങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ കുറേ അമ്മമാർ വന്നിട്ട് പറയാം, എടാ അവളെ ഇൻ്റർവ്യൂ പറയുന്നതും കാണിക്കുന്നതും പ്രവൃത്തിയൊക്കെ നീ കണ്ടില്ല, അവളെല്ലാം തികഞ്ഞെന്നുള്ളൊരു ഭാവമാണ്, അവളങ്ങ് ക്യൂട്ട്നെസ് വാരി അങ്ങ് വെതറോ. ഈ വയസ്സാം കാലത്ത് വന്ന് 10-32 വയസ്സായില്ലേ, അവൾക്ക് നാണവും മനവൊന്നും ഇല്ലേ എന്നാണ് ഇവന്മാർ ചോദിക്കുന്നത്. ഇതൊക്കെ നിനക്കെന്തിനാ? അവരവരുടെ പടത്തിൻ്റെ പ്രൊമോഷൻ ആയിരിക്കാം ചിലപ്പോൾ ഇങ്ങനെ കൊടുക്കുന്നത്. ഓക്കെ, എന്തെങ്കിലും ആട്ടെ. എന്തായാലും ഒരു വീഡിയോ ഞാൻ വെച്ച് തരാം. അതിനകത്ത് നസ്രിയയുടെ സംസാരവും കാര്യങ്ങളും ഇച്ചിരി ഓവറാണ്. ഒരു മനുഷ്യനെ എങ്ങനെ ബഹുമാനിക്കണമെന്ന് അറിയത്തില്ല, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. ജസ്റ്റ് ഞാനൊന്ന് വെച്ച് തരാം. ആവശ്യം ഇവിടെ വരുന്നില്ല. ഇതിനെക്കുറിച്ച് ആവശ്യമില്ലാതെ ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട്. നീ മര്യാദക്ക് പ്രിപ്പയർ ചെയ്ത എന്നെ കുറിച്ച് പറയാൻ കിട്ടിയ ചാൻസ് ആക്കുമ്പോ നസ്രിയുടെ റൗണ്ടാ. നീ കേട്ടാ നിന്റെ കണ്ണ് നിറഞ്ഞു പോകും. എങ്ങനെ കൺട്രോൾ ചെയ്ത് കുറ്റം പറയാതിരുന്നു അതെന്താന്നറിയില്ല. അങ്ങനെ ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഞാൻ അടിയില്, ഭൂമിയുടെ അടിയില. മുടി കളർ മാറ്റിയാ? അല്ല, മുടി വെട്ടി. ആ കൊള്ളാം, കുറച്ച് മെനുണ്ട് കാണാൻ. പ്രായം ഒന്നും അങ്ങനൊന്നും പറയില്ലേ. ഈ ബേസലിനെ ഈ അടുത്ത കാലത്ത് ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ. സാധാരണ ദാനിൻ്റെ കൂടെ വരെ കട്ടയ്ക്ക് പിടിച്ചിരിക്കുന്നൊരു മനുഷ്യനാണ്. ഓക്കെ, ഈ ഇൻ്റർവ്യൂവിലെ കൂട്ട് തന്നെ വേറൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. വേറൊരു ഇൻ്റർവ്യൂവിനകത്ത് അവിടുത്തെ ആങ്കർ നസ്രിയെ ചേച്ചി എന്ന് വിളിക്കുന്നുണ്ട്. അത് പുള്ളിക്ക് അങ്ങോട്ട് ശരിക്കും അങ്ങ് കൊണ്ടതായിട്ട് എനിക്കൊരു ഫീൽ ചെയ്തു. അതുപോലെ തന്നെ ഈ പടത്തിലെ ആക്ടേഴ്സ് വേറെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അവർ പറഞ്ഞ് ചേച്ചി എന്നൊന്നും വിളിക്കേണ്ട എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. ഞാൻ അതൊന്ന് വെച്ചുതരാം, അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ മനസ്സിലാകും. കാരണം ഇവിടെ ബേസലിനെ കയറിയിടാ ചേട്ടാ അങ്ങനെയൊക്കെ വിളിക്കും, പ്രായം ചെന്നൊക്കെ ഇങ്ങനെ ആക്കി വിടുമ്പോൾ ഇപ്പുറത്തുനിന്ന് പുള്ളിക്കൊരു തിരിച്ചൊരു പണി കിട്ടിയപ്പം പുള്ളിയുടെ മുഖ എക്സ്പ്രഷനും ആ രീതി ഒന്ന് കണ്ടു നോക്കുന്നത്. റൊമാൻറ്റിക് എക്സ്പ്രഷൻസും നസ്രിയ ചേച്ചിയുടെ ക്യൂട്ട്നെസ് എക്സ്പ്രഷൻസും അതൊക്കെ ഉണ്ട്. നിങ്ങൾ എന്തെങ്കിലും കേൾക്കുന്നു? എന്താ പറഞ്ഞ ചേച്ചിയുടെ എക്സ്പ്രഷൻസും ക്യൂട്ട്നെസ്സും ഇവൻ കേട്ടിട്ടില്ലോ. ഇവൻ ചില സമയത്ത് ഇതൊക്കെ പറയൂലേ ഹീൽസ്. അപ്പം ഞാൻ ഇന്നലെ ഒരു ബന്ധമില്ലാത്ത ആൻസർ ഒക്കെ പറയാം. ഒന്ന് സൈലന്റ് ആയിട്ടിരിക്കുന്നത്. ഇത് പക്ഷേ ഇല്ലേ ചേച്ചി ഉള്ളതുകൊണ്ടാന്ന് തോന്നുന്നു. ഞാൻ നേരത്തെ ഇതിന് മുന്നേ 2 ഇന്റർവ്യൂസ് ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഭയങ്കര എന്റെ തലയിലേക്ക് ഇത് ഫാനൊന്നും ഇത് എന്തോ പണി തരാൻ വന്നതാന്ന് എനിക്ക്. പണ്ടൊക്കെ ബേസിൽ ചേട്ടൻ മര്യാദക്ക് ഇരുന്ന് സംസാരിക്കായിരുന്നു. ചേച്ചി വന്നതിന് ശേഷമാണ് കുറച്ചു മുമ്പ് എന്നെ വെട്ടി കട്ട് ചെയ്ത് എന്തോ ചെയ്യണമെന്ന് പറഞ്ഞു. ആക്ച്വലി എന്റെ ഫാനാണ്. റോ ഏജന്റ് ആയിരുന്നു. കേക്കോ? മെറിൻ ചേച്ചിന്ന് വിളിക്കണ്ട, കുറച്ച് പ്രായം കൂടുന്നല്ലേ മെറിൻ വിളിച്ചാൽ. ഓ, ഈ ഇന്നത്തെ ഇതില് എനിക്ക് എന്നെ മറ്റേ എന്തോ കിളവിലാക്കി വെച്ചിരിക്കുക. ഇതിലും കൂടുതൽ പ്രായം ആർക്കും ഇന്ന്. നസ്രിയ ചേച്ചിയോട് ഇരിക്കുമ്പോ നീ ചേച്ചിയല്ല, കുഴപ്പമില്ല. ഓക്കെ, പറഞ്ഞു മുത്തപ്പ. അതെ, മെറിൻ തന്നെ വിളിക്കാം. ഓക്കെ, അപ്പം ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്നത് ഭയങ്കര സിമ്പിൾ ആണ് പക്ഷെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ആക്ട്രസ് ആണ് മെറിൻ എന്നാണ്. സത്യമായിട്ട് എനിക്കത് അറിയില്ലായിരുന്നു. ഇത്രയും കണ്ടിട്ട് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് തോന്നിയത് വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ
നസ്രയ്ക്ക് എന്തായാലും നല്ല രീതിയിൽ കൊണ്ട് അതെനിക്ക് മനസ്സിലായി. കാരണം ആ ഒരു സംസാര രീതിയിലൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. എന്തായാലും ഇൻ്റർവ്യൂ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ബേസിലുണ്ട്. പിന്നെ നസ്രിയുടെ ആണെങ്കിലും നമ്മൾ കുറേ നാൾക്ക് ശേഷമാണ് ഇവിടെ ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ കാണാൻ തുടങ്ങുന്നത്. ഈ പറയുന്ന സ്വന്തം വൈബ് കണ്ടെത്തിയ ഒരു ഫീൽ വന്നു രണ്ടാക്കും ഭയങ്കരമായിട്ട്. എവിടെയായിരുന്നു ഇത്രയും കാലം? അതെ അതെ അതെ. എന്താണ് ബേസിലിന്റെ വൈബ് എന്താണ് നസ്രി പറ? എന്റെ അതേ vibe ഒന്ന്. അതെ ഡിഫൈൻ നസ്രിയാസ് വൈബ്. അല്ല നസ്രിയൻ നമ്മൾ ഈ കൂട്ടുകാരൊക്കെ കൂടുമ്പോ ഒരു 10 പേര് കൂടിയിരുന്ന അതിന്റെ നടുക്കിരുന്നിട്ട് തള്ളുന്ന ഒരാളുണ്ടാവും. അതാണ് നമ്മൾ രണ്ടും നമ്മുടെ ആയിട്ടുള്ള ഒരു സ്പേസിൽ. We be like, okay, everybody come on. നമ്മൾ ഇനി കുറച്ചു നേരം പെർഫോം Let's have some entertainment. ഓക്കെ, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? എല്ലാവരും പറയുന്നത് ഭയങ്കര ഓവറാണ് ഈ നസ്രി എന്ന് പറയുന്നത്, ഭയങ്കര ഓവർ. പക്ഷേ ബേസിലിനെ പോലെ ഒരാൾ അറിയാലോ, അദ്ദേഹം മൂവിയിലാണെങ്കിലും റിയൽ ലൈഫിലാണെങ്കിലും ആള് ഭയങ്കര ഫണ്ണാണ്. അത്യാവശ്യം അവർ ജോളി ടൈപ്പാണ്. അപ്പം നസ്രിയും അവർ ഈ അടുത്ത സമയത്താണ് കോളും അടുക്കാനും മിണ്ടാനും സംസാരിക്കാനും പിന്നെ ഒരു മൂവി അഭിനയിക്കുകയും ചെയ്തതാണ്. അപ്പോൾ അവരെന്തായാലും നല്ല രീതിയിൽ കണക്റ്റ് ആകും. അതേ പരിപാടി തന്നെ ഇപ്പം ഞാനും എനിക്കിഷ്ടപ്പെട്ട ഒരാളാണെങ്കിൽ പോലും ഞാൻ ഇതുപോലെ തന്നെ പെരുമാറത്തുള്ളൂ. അത് എന്നെ അടുത്തറിയാവുന്നവർക്ക് അറിയുന്നൊരു കാര്യമാണ്. നമ്മളിപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കളിയാക്കിക്കൊണ്ടിരിക്കും. അത് ഒരു ഫണ്ണാണ്. അത് ഓരോരുത്തർക്കും ഇപ്പം തേർഡ് പാർട്ടിക്ക് അത് ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു 100% ഉറപ്പ്. ഇപ്പം ആങ്കർ എന്ന് പറയുന്ന അദ്ദേഹം ആദ്യമായിട്ട് അവരോട്ടിരിക്കുന്നത്, അദ്ദേഹത്തിന് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ കമൻറ്റ് ഇടുന്ന കുറേ ആൾക്കാർ, അത് ഞാൻ കുറച്ച് വായിച്ചു തരാം. അതിനു മുമ്പ് നമുക്ക് കുറച്ചും കൂടി ഇൻ്റർവ്യൂ കൂടെ ഒന്ന് കണ്ടു നോക്കാം. കാരണം അതുപോലെ വിവരക്കേടുകൾ പടച്ചു വിടുന്ന കുറേ അവന്മാരുണ്ട്, കമൻറ്റ് ഓളികൾ, പ്രത്യേകിച്ച് ഫേസ്ബുക്കിൽ. എന്തായാലും ഞാൻ ബാക്കിയും കൂടെ വെക്കാം. രണ്ടാളതാണ്. കുറച്ച് നമുക്ക് ആൾക്കാരോട് സംസാരിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരാണ്, മീറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാരാണ്. ഒരു റൂം അങ്ങനെ സൈലന്റ് ആയിട്ടിരിക്കാൻ നമ്മൾ വളരെ അൺകംഫർട്ടബിൾ അങ്ങനെ സൈലൻസ്. അപ്പൊ ഒരു എന്റർടൈൻമെന്റ്. നിങ്ങൾ തമ്മിൽ അപ്പൊ ഒരു കോമ്പറ്റീഷൻ വന്നു കാണുമല്ലോ. അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നെ അപമാനിക്കുന്നു തിരിച്ചപമാനിക്കുന്നു. ഇത് തന്നെയായിരുന്നു രാവിലെ ഓൾവേസ് ലൈക്ക് അവനെയും കാട്ടി അവൻ എത്ര അവിടെ മറ്റേ ടെന്നീസ് കാണുന്ന പോലെ. ഒരു എക്സാമ്പിൾ പറയാം, എന്ത് പണിയാ തരുന്നത്? ഒരു ദിവസം ഞാൻ അവിടെ നമുക്കൊരു റൂമുണ്ട്, ഒരു വീടുണ്ട്. അവിടെയാണ് നമ്മളെല്ലാവരും ഇരിക്കുന്നത് ഒരുമിച്ച്. എല്ലാ കാസ്റ്റും പ്രൊഡ്യൂസേഴ്സും ഒക്കെ ആയിട്ട് നമ്മൾ അവിടെ ഇരിക്കും. അപ്പം ഈ വാശി കൂടിയിട്ട് ഒരു ദിവസം ഞാൻ നോക്കിയപ്പോൾ ഭയങ്കര മൈക്കും സ്പീക്കേഴ്സും ഒക്കെ ഉണ്ട്. ഭയങ്കര ശബ്ദം അവിടെ. വെരി ഗുഡ് ബേസിൽ, വെരി ഗുഡ്, കയ്യടി ഇതൊക്കെ. ഞാൻ പുറത്ത് നോക്കിയപ്പം മഴ. ഷൂട്ട് നടക്കാൻ പറയിപ്പിച്ചതാ, വെറുതെ എന്നെ കേൾപ്പിക്കാൻ വേണ്ടി മാത്രം. എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ നസ്രിയ പടത്തിലെ ക്യാരക്ടർ തന്നെയാണ് ഇവിടെ എടുത്ത് പിടിച്ചിരിക്കുന്നത്. അതാണിപ്പം എന്തായാലും നെഗറ്റീവായാലും എന്തുമായാലും ആൾക്കാർ കാണാൻ പോകും. കാരണം എന്താ വെച്ചാൽ അത്യാവശ്യം ഈ പടം എന്തായാലും കാണാൻ പോകണം എന്നാണ് ഇപ്പോൾ കമൻറ്റ് ബോക്സിൽ കുറേ ആൾക്കാർ പറയുന്നുണ്ട്. ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആൾക്കാർ. അതിൽ തന്നെ ചെറിയ ലൈക്കുകളൊക്കെ 7,000-8,000 ലൈക്കുകളുണ്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്. ഞങ്ങളും പോകും എന്നും പറഞ്ഞ് കുറേ എണ്ണം അതിൻ്റെ ഇടയിലും ഇതിട്ടേക്കണം. അപ്പോൾ എന്തെങ്കിലും ആട്ടെ, പടത്തിന് പോവാതിരിക്കുമോ അതോ ഓരോരുത്തരുടെ ഇഷ്ടമായിട്ടുള്ള കാര്യങ്ങൾ. എന്തായാലും അതിനകത്ത് കുറച്ച് നെഗറ്റീവ് കമൻസ് ഉണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം. ഓക്കെ, ഇത്രയും പോപ്പുലറായ ഒരു ആക്ടർ, അത് ഫഹദ് ഫാസിലിനെ കേട്ടോ, ഇതുപോലൊരു ഡാഷിനെ എങ്ങനെ വൈഫായിട്ട് കിട്ടി? 5 പൈസ ബോധമില്ലാത്ത സാധനം. ഡാഷ് എന്ന് ഉദ്ദേശിച്ച ഒരു പറഞ്ഞൊരു സംഭവത്തിൽ തുടങ്ങുന്നത്. അതെനിക്കിവിടെ പറയാൻ താല്പര്യമില്ല. ഒരു വിനീഷ് എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരനെ എടുത്തിട്ട് എന്തായാലും നല്ല തൊലിയാണ്. എന്തായാലും എടാ നിനക്ക് വേറെ പണിയൊന്നും ഇല്ലേ? സത്യം പറഞ്ഞാൽ ഞാൻ അറിയാൻ പറ്റത്തോണ്ട് ചോദിക്കാം. ഇതുപോലെ വന്നിട്ട് തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഇതിനകത്ത് പറയുകയാണെങ്കിൽ പച്ചയ്ക്ക് മോശമായിട്ട് പറയുന്ന കുറേ ടീംസ് ഉണ്ട്. ഓവറായി ഇവൾ ഇപ്പോഴും 12 വയസ്സുകാരിയാണെന്ന് അവിടെ തോന്നൽ, അങ്ങനെ ക്യൂട്ട്നെസ് വാരി വിതറുന്നു. പിന്നെ ഞാനിതൊക്കെ ഏറ്റവും കുറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ ഇവിടെ സംസാരിക്കുന്നത്. പറയുവാണെങ്കിൽ ഇതിൻ്റെ അപ്പുറം വൃത്തികൾ അവന്മാർ പടച്ചു വിട്ടിട്ടുണ്ട്. ബേസിലിനെ വരെ ഉദ്ദേശിച്ച് സംസാരിക്കുന്നുണ്ട്. എന്തിന്? എൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. നിങ്ങൾ എന്തായാലും മൂവി കാണുക, അവരുടെ ഇൻ്റർവ്യൂ കാണുക, അഭിപ്രായം പറയുക. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ മാന്യമായിട്ട് അത് പറയണം. അല്ല അന്നത്തെ തന്തയ്ക്കും തള്ളയ്ക്കും അച്ഛനും അമ്മയ്ക്കും വീട്ടിലിരിക്കുന്നവർക്കും ഒക്കെ ഒന്നും അല്ല വിളിക്കേണ്ടത്. അപ്പോൾ എനിക്ക് ജസ്റ്റ് ഒന്ന് പറയണമെന്ന് തോന്നി. എന്തായാലും ഇൻ്റർവ്യൂ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ മിക്ക ഇൻ്റർവ്യൂവും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാനിവിടെ TV പ്ലേ ചെയ്തിട്ട് രാത്രി കണ്ടപ്പോഴാണ് ഇതൊരു കണ്ടൻ്റായിട്ട് ചെയ്യാം എന്ന് കരുതിയത്. മിക്ക ഇൻ്റർവ്യൂസും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം നിങ്ങളും ഒന്ന് പോയി കാണുക. കുറച്ച് നേരം എന്താ പറയണ്ടേ, നമുക്കൊന്ന് ഒരു റിലാക്സ് ആവാൻ വേണ്ടി നല്ലൊരു ഇൻ്റർവ്യൂ ആണ്. കുറച്ച് എൻ്റർടൈൻമെൻറ്റാണ്. നല്ല ചിരിക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും വേറെ സംസാരം കാര്യങ്ങളും. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വേണമെങ്കിൽ കമൻസും വായിച്ച് നോക്കാം. എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു. എനിക്കറിയത്തില്ല നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയർ സബ്ബൊക്കെ ചെയ്യുക. ബൈ, ലവ് യു ഓൾ.